എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുള്ള കേട്ടോ. നല്ല തിരക്കാണ്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, ഇനിയിപ്പോൾ ഏകദേശം ആ ഒരു തൃശ്ശൂർ പൂരം വരെയും നമുക്ക് ഏകദേശം നല്ല തിരക്കുണ്ടാവും. പിന്നെ ആനയമേന്ന് അന്നൊരു ചെറിയൊരു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പോസ്റ്റ് ഇട്ടു. അപ്പോൾ അത് ഒരുപാട് ആൾക്കാർ വിളിച്ചു. അപ്പോൾ എന്താ പറയുക, അല്ല അപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം അങ്ങനെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞു. അപ്പം ഞാൻ നമ്മുടെ മറ്റേ ഒരു കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് 26-ാം തീയതി 27-ാം തീയതി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് വീഡിയോസുകളൊക്കെ ചെയ്യാം. ഇതിൻ്റെ ഇടയിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരു എലിഫന്റ് സ്ക്വാഡിൽ പോയപ്പോൾ ഒരു മാധ്യമ പ്രവർത്തകനായിട്ട് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സത്യാവസ്ഥ അല്ലെങ്കിൽ എല്ലാവരും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാത്രം ന്യായക്കാരായ പോലല്ലോ, നമ്മളുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു വീഡിയോ ചെയ്യാം. ഇനി 2 ദിവസമായിട്ട് സ്ഥലത്തില്ല, ഫോൺ സ്വിച്ച് ഓഫാണ്. ഇനി നാളെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് എത്തുള്ളൂ. അപ്പം പിന്നെ എന്തെങ്കിലുമൊക്കെ എമർജൻസി കൂട്ടുകാരൊക്കെ സ്ഥിരമായിട്ട് വിളിക്കുന്ന ആൾക്കാർ വിളിച്ചാൽ കിട്ടിയില്ലാണ്ട് വരുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞാൻ 2 ദിവസം കഴിഞ്ഞാൽ വരും, മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ കാഞ്ഞിരപ്പള്ളിക്ക് പോവാം. കാഞ്ഞിരപ്പള്ളി പിടിക്കത്തോട് ആണ്, വൈഫിൻ്റെ വീട് അവിടെയാണ്. അപ്പോൾ അവിടെ കുറച്ച് കാലമായിട്ട് അങ്ങനെ നമ്മൾ അവരായിട്ട് അങ്ങനെ എന്താ പറയുക, കണക്ഷൻ ഇല്ലായിരുന്നു. അതിങ്ങനെ സ്നേഹിച്ച് കല്യാണം കഴിച്ചതിൻ്റെയൊക്കെ ഉള്ള ഒരു ചെറിയ അറിയാലോ, ചെറിയ ചെറിയ പരിപാടികളൊക്കെ. അപ്പോൾ അവിടെ നിന്ന് നമ്മളോട് ചെല്ലാൻ പറഞ്ഞു. അവിടേക്ക് വീട്ടിലേക്ക് വരാൻ പറഞ്ഞു. പപ്പയും മമ്മിയും വിളിച്ചു. അപ്പം ഞങ്ങൾ എന്തായാലും കാഞ്ഞിരപ്പള്ളിക്ക് ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിക്കുകയാണ്. വിഴിക്കത്തോട് അവിടെയാണ് വരുന്നത്. അവിടെ കുറേ കൂട്ടുകാരൊക്കെ ഉണ്ടെന്ന് അറിയാം. എന്നാലും അവിടെ എത്തുമ്പോഴത്തേക്കും ഞാൻ ഏകദേശം ഫോണ് സ്വിച്ച് ഓഫ് ആക്കും, അല്ല ഓണാവും. എന്തായാലും ഡീറ്റെയിൽ ആയിട്ടേ 26-ാം തീയതി 27-ാം തീയതി ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വീഡിയോസുകൾ ചെയ്യാം കേട്ടോ. നല്ല നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ഈ പ്രാവശ്യം പൂരത്തിന്, അല്ലെങ്കിൽ പൂരങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഞാനിപ്പോൾ എയറിൽ കയറി നിൽക്കല്ലേ എന്ന് അവർ വിചാരിക്കണം കേട്ടോ. എന്നെ എയറിൽ കയറാനൊന്നും പറ്റുന്നില്ല. അതിനൊക്കെ അവർ ഒന്നും കൂടി ജനിച്ച് പോയിട്ട് ഒന്നും കൂടിയും പോയിട്ട് വരേണ്ടി വരും. ശരിയാണ്, ചില പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നോലെ ഞാൻ മാറണം, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ വരുന്ന ആൾക്കാർ മാറണം. അവരെന്തായാലും മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല, മാറില്ല. അതെനിക്ക് ഞാൻ എന്താ പറയുക, എല്ലാവർക്കും നല്ലതെന്ന് ഞാൻ വിചാരിക്കണേ. പക്ഷെ അത് കിട്ടണത് മൊത്തം മുട്ടൻ പണിയാണ്. എന്നാലും പണി തരുന്ന ആൾക്കാരൊന്നും വിഷയമുള്ള കാര്യമല്ല, നടക്കില്ല. എന്നെ തളർത്താനൊന്നും ശ്രമിക്കണ്ട. ഇതിനൊക്കെ വേറെ ആളെ നോക്കിയാൽ മതി. ഞാൻ ഇവിടെയൊക്കെ തന്നെ കാണും. അപ്പം പോയിട്ട് വന്നിട്ട് കാണാം കേട്ടാ. കേട്ടാ.